ഹായ് ഹലോ നമസ്കാരം. ബാക്ക്നേഷൻ ടിവിയുടെ താരാപഥത്തിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് മത്ത് എന്ന സിനിമയുടെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാനായിട്ട് രണ്ട് അതിഥികളാണ് നമ്മളുള്ള. സിനിമയുടെ സംവിധായകനായ രഞ്ജിത്തും നമ്മുടെ മലയാളികളുടെ പ്രിയ നടനായ ടിനീറ്റോ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷമാണ് ഈ ബാക്കി കണ്ടത്. മത്ത് ഏറ്റവും പുതിയ വിശേഷം അതാണ്. അപ്പോൾ മത്തെന്ന് കേൾക്കും പറയാം, നമ്മുടെ പൊതുവെ മലയാളികൾക്ക് മത്തെന്ന് പറയാം അടിച്ച് ഇന്ത്യയായി കിടക്കുക അല്ലെങ്കിൽ ലഹരിയിൽ അങ്ങ് കിടക്കുക, അങ്ങനത്തെ ഒരു ഇതാണല്ലോ മത്തെന്ന് പറഞ്ഞാൽ. നമ്മുടെ സിനിമയിലെ മത്ത് എങ്ങനെയാണ്? മത്തിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാനുള്ള ഒരാൾ ഇവിടെ ഉണ്ട്. ഉള്ളതുകൊണ്ട് എന്നെ മനസ്സിലാക്കിയെടുത്തോളം മത്ത് അത് തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അടിച്ചു കിണ്ടി അല്ലെങ്കിൽ വേറൊരു സ്റ്റേജ്. അടിച്ചു കിണ്ടിയാകുമ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുള്ളൂ. ആ ഒരു സ്റ്റേജ് അത് തന്നെയാണ് മത്ത് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ സിനിമയിൽ എങ്ങനെയാണ് അത് പ്രയോഗിക്കുന്നത്? ഇപ്പോൾ സ്പിരിറ്റ് എന്ന് പറഞ്ഞൊരു രഞ്ജിത്ത് സാറിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു. സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ എന്താ, പക്ഷെ ആ സ്പിരിറ്റ് എന്താണ്, ലൈഫിൻ്റെ സ്പിരിറ്റ്. അങ്ങനെ ഒരുപാട് സ്പിരിറ്റുകൾ എൻ്റെ അകത്തുണ്ട്. അതുപോലെ മത്തിനും പറയാൻ ഒരുപാട് ഏടുകളുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മത്ത് കൊണ്ട് ഉണ്ടാകുന്ന നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ ഉണ്ട്, അവലംബിച്ചിട്ടുണ്ട്. നമുക്ക് ഡയറക്ടറോട് തന്നെ ചോദിക്കാം, കൃത്യമായിട്ടുള്ളത് കിട്ടും. നമ്മുടെ മത്ത് എന്താണ് ഈ സിനിമയിൽ? മത്ത് എന്താണ്? മത്ത് സാധാരണ നമ്മൾ കേൾക്കുന്ന മത്ത് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കാരണം മദ്യപിച്ചാലുണ്ടാകുന്ന ഒരു പ്രത്യേകതരം ഒരു ഉന്മാദാവസ്ഥ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം. പക്ഷെ നമ്മൾ ഈ സിനിമയിൽ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്ന മത്ത് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു ഭൂരിഭാഗം ആണുങ്ങൾക്കും പുരുഷന്മാർക്കും അവരുടെ ഉള്ളിലുള്ള ഒരു പ്രത്യേക ഫീലിംഗ് ഉണ്ട്. കാരണം വെച്ചാൽ ഈ സ്ത്രീകളെല്ലാം നമ്മൾക്ക് താഴെയാണെന്നുള്ള ഒരു പൗരുഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പേശീബലത്തിൻ്റെ ഒരു മത്തുണ്ട്. അത് ശരിക്കും എന്ന് പറഞ്ഞാൽ അത് എല്ലായിടത്തും നമുക്ക് കാണാം. അപ്പോൾ അങ്ങനൊരു മത്തിനെ ഇതിൽ പാരലായിട്ട് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അത് പ്രത്യേകിച്ചും ഉയർത്തി കാണിച്ചു കൊണ്ടുവരാനാണ് ശരിക്ക് ഞാൻ ആലോചിച്ചത് സത്യത്തിൽ. അതായത് നമ്മളിപ്പോൾ നമ്മുടെ എന്താ പറയുക, അമ്മ അച്ഛനോട്, അല്ലെങ്കിൽ അച്ഛൻ അമ്മയോട്, അതുപോലെ തന്നെ ഒരു കാമുകിനോട്, ഒരു സഹോദരനോട്, അവരൊക്കെ നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ ഇവരൊക്കെ നമ്മൾക്ക്, അതായത് എല്ലാ പുരുഷന്മാരും വിചാരിക്കുന്നത് ഇവരൊക്കെ നമുക്ക് താഴെയാണെന്ന് വിചാരിക്കുന്നു. എപ്പോഴെങ്കിലും നമ്മൾ ഈ താഴെയാണെന്ന് വിചാരിച്ച് ഇവരോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോഴോ തിരിച്ച് നമ്മൾക്ക് ഒരു അവർ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്കതൊരു നെഗറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് ഇവർക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ വളർന്നു വരുന്ന ആണുങ്ങളുടെ ഉള്ളിൽ വളർന്ന ഒരു പ്രത്യേകതരം ഒരു പ്രശ്നമുണ്ട്, ഈഗോ. ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ നമ്മുടെ ഈ പുരുഷൻ്റെയും സ്ത്രീൻ്റെ ഒക്കെ ഒരു സാധാരണഗതിയിൽ ഒരു നിർമ്മിതിയിൽ തന്നെയുള്ള ഒരു വിഷയമാണ് സത്യത്തിൽ. ചേട്ടാ, ഈ സിനിമയിലെ കഥാപാത്രം എന്താണ്? ഇത്രയും ഡീറ്റെയിൽ ആയി പറയുമ്പോൾ തന്നെ അല്ല, പുള്ളി പറഞ്ഞനുസരിച്ച് ഇപ്പോൾ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ഭാര്യയുടെ ഒരു ചായ എടുക്കടി എന്ന് പറയും. ഒരു ഭാര്യ വന്നിട്ട് എടാ ചായ എടുക്കടാ എന്ന് പറയാറില്ല. അപ്പൊ അത് ഇനി വീട്ടിൽ ചെല്ലുമ്പോ അതിന് തയ്യാറായിരുന്നു ഭയങ്കര ക്ലാരിഫിക്കേഷൻ ഒക്കെ കൊടുത്ത് എന്നിട്ട് ഈക്വാളിറ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് അല്ല വീട്ടിൽ ചെന്നിട്ട് ചായ എടുക്കണമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇല്ല, അത്രക്ക് ഫ്രണ്ട്സും ഇതൊക്കെ ആണെങ്കിൽ 2 പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോ നമ്മള് ഈ സിനിമയിലെ കഥാപാത്രം എങ്ങനെയാണ്? കഥാപാത്രം ഇതുപോലെ തന്നെയാണ്, ഒരു മത്ത് പിടിച്ച് നടക്കുന്ന ഒരാളാണ്. അതിൻ്റെ കാരണങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ ലൈഫിൽ നിന്ന് ഒരു ചരടുമേലുള്ള കളിയാണ്. അത് കറക്റ്റായിട്ട് വളരെ ബുദ്ധിപൂർവ്വം കൊണ്ടു കടന്നില്ലെങ്കിൽ നമ്മൾ വീണു പോകും. പിന്നെ നമുക്ക് തിരിച്ച് കയറാൻ പറ്റില്ല. അത് തന്നെയാണ്, അത് മത്തിലൂടെ തന്നെയാണ് സംഭവിക്കുന്നത്. ഈ നോർമലായിട്ടുള്ള മൈൻഡിനെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും, അത് കമ്മ്യൂണിക്കേഷൻ നടക്കും. ഇതല്ലാത്തതാണല്ലോ നമ്മളിപ്പോൾ ഓൺലൈനിൽ ഇതിലൊക്കെ കാണുന്നത്. പറഞ്ഞാൽ മനസ്സിലാവാത്ത കുറേ ആൾക്കാരും ഭ്രാന്തമായിട്ടുള്ളൊരവസ്ഥയാണത്. അപ്പോൾ ഇതിലൂടെയൊക്കെ ഞാനും അത് ലൈഫിലും ഞാൻ ഇതുപോലെയൊക്കെ കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ഈ പറയുന്ന ഈ ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അഡിക്ഷൻ ആവാതിരിക്കാന്നല്ലോ. ഇപ്പോൾ കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞിട്ട് അത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്ന, അത് ശരിക്കും മത്താണത് അല്ലേ? പല രീതിയിലുള്ള ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വേറൊരു മത്തുണ്ട്, അത് കാമം എന്ന് പറഞ്ഞൊരു മത്തുണ്ട്. അത് കൺട്രോൾ ചെയ്യാണ്ട് വരുമ്പോഴാണ് ഇപ്പം മീറ്റു കേസും ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സംഭവം ഉണ്ടല്ലേ. നമ്മൾ ശരിക്കും നമ്മളെ തന്നെ ചങ്ങലയിലിട്ടുണ്ട് നടക്കണമെന്നുള്ളതാണ്. നമുക്ക് വേറെ പോലീസ് ഉണ്ടാവില്ല നമ്മളെ കൺട്രോൾ ചെയ്യുക. അപ്പം നമ്മൾ തന്നെ പോലീസ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മത്തിൽ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കൺട്രോള് നഷ്ടപ്പെട്ടു പോകുന്നൊരു വ്യക്തിയാണ്.
സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാം. അത് ഒരു പരിധി കഴിഞ്ഞാൽ മനുഷ്യന് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ചില ആൾക്കാരില്ലേ, ദേഷ്യം വന്നു കഴിയുമ്പോൾ. ആ സമയത്ത് നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മരുന്ന് കണ്ടുപിടിച്ചിരിക്കണം. ഈ മൈൻഡിലുള്ള ആവശ്യമുള്ള സാധനം മരുന്ന് എന്താണെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ വയറുവേദന വരുമ്പോൾ ഒരു ഗുളിക കഴിക്കും, അല്ലെങ്കിൽ ഇത് കഴിക്കും. പക്ഷെ ഇതിനുള്ളൊരു മരുന്നാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അത് ചിലപ്പോൾ ഒരു സൈക്കാട്രിക് മരുന്നായിരിക്കും കഴിക്കേണ്ടി വരുന്നത്. ഇന്നത്തെ കാലത്ത് കണ്ടല്ലോ ഡിപ്രഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുക. അപ്പോൾ ഇയാൾ അതൊക്കെ കൂടി സർവൈവ് ചെയ്യുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള പലതരം ഫേസസ് ഉള്ള ഒരാളാണത്. അത് ജനങ്ങളെ അതിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. ഇയാളുടെ ഭ്രാന്തിലേക്ക് വലിച്ചെടുക്കും എന്നുള്ളതാണ്. ഇയാളെന്താണോ കാണുന്നത് അവരെയും കാണിക്കുന്നു. ഇതൊരു വുമൺ ഓറിയന്റഡ് സബ്ജക്റ്റ് ആണെന്ന് തോന്നുന്നു എനിക്ക്. അങ്ങനെയും പറയാം. അപ്പം ഒരു അച്ഛൻ മകൾ തമ്മിലുള്ള റിലേഷൻ നമ്മൾ കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ടൊരു കഥയാണോ ശരിക്കും പറയുന്നത്? വുമൺ ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ ശരിക്കും ആണ്. അതെ, അതിന്റെ ബേസ് തിയറി, ഒരു ബേസ് ആയിട്ടുള്ള സബ്ജക്ട് എന്ന് പറയുന്നത് ഒരു സ്ത്രീപക്ഷ സിനിമ എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു സിനിമയാണിത്. സ്ത്രീകളുടെ ജീവിതത്തിൽ അതെ, അതായത് നമ്മളെല്ലായിടത്തും കാണാമെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് നമ്മൾ ഭയങ്കര പുരോഗമനവാദികളാണെന്ന് എല്ലാം പറയുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ കുടുംബത്തിലെ സ്ത്രീകൾക്ക് നേരെ പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകമായ രീതിയിലൊരു അഭിപ്രായം പറയാനൊന്നും ഇപ്പോഴും സാധ്യതയില്ലാത്ത ഒരുപാട് ആളുകളെ, ഒരുപാട് ഫാമിലി നമ്മൾ കാണാം. നമ്മളാണ് തീരുമാനിക്കുക. ആണുങ്ങളാണ് പൊതുവെ ഈ സൊസൈറ്റിയിൽ ഇങ്ങനെ ഒരു ഫ്രെയിമാണ് ഈ സംഭവം. അതിന് ഒരു ബൗണ്ടറി ഉണ്ട്. അതിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോഴാണ് ഭയങ്കര ഒരു ഇറിറ്റേഷനും അതേപോലെ തന്നെ പറഞ്ഞാൽ വല്ലാത്തൊരു ഒരു പ്രശ്നങ്ങളൊക്കെ മിക്കവാറും ആളുകളുടെ ഇടയിൽ നമ്മൾ കാണാറുണ്ട്. ഈവൻ നമ്മുടെയൊക്കെ പേഴ്സണലായിട്ടുള്ള കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വിട്ടിട്ട് ഒരു പെണ്ണ് ഒരു പ്രണയത്തിലോ അല്ലെങ്കിൽ അവളുടെ സ്വന്തം എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല പലപ്പോഴും. അതൊക്കെ മാറി വരുന്നുണ്ട്, പക്ഷെ പലപ്പോഴും അത് പറ്റുന്നില്ല. അപ്പം അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ ആലോചിക്കുന്ന സമയത്ത് നമ്മൾ സത്യത്തിൽ ആലോചിക്കുന്നത് ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെയുള്ള ഒരു കാര്യം തന്നെയാണ്. അത് സിനിമ ശരിക്കും ഒരു സ്ത്രീപക്ഷ ചാനലായതുകൊണ്ട് സ്ത്രീകളില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അവിടെ കാണുമ്പോൾ ഞങ്ങൾ വിവാഹിതരാകാൻ ലിവിങ്ങിലൊക്കെ അവിടെ ആണുങ്ങൾ തമ്മിലും, അവിടെ മാത്രമല്ല ഇപ്പോഴും ആണുങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും ഇവിടെ അതൊക്കെ മാറി വരുന്നുണ്ട്. പക്ഷെ ഒരു ജന്മം നൽകാൻ ഒരു സ്ത്രീ വേണം. അതെ, തീർച്ചയായും. അല്ലെ, ഒരു മാതാവില്ലാണ്ട് ഒരു ജന്മം കിട്ടില്ല. അപ്പൊ അത് ഇതിൽ പറയുന്നുണ്ട്, പറയാതെ പറയുന്നുണ്ട്. പിന്നെ അച്ഛനും അമ്മയും മകളും ഉണ്ടെങ്കിൽ അവർ ഒരുമിച്ച് തന്നെ ജീവിക്കണം എന്നുള്ളതാണ്. അതൊരു മെസ്സേജാണ്, അതൊരു വലിയ മെസ്സേജാണ്. അത് എങ്ങനെയെങ്കിലും നമ്മളത് കൊണ്ടു കിടക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ കുഞ്ഞാണ് അനുഭവിക്കുന്നത്, അച്ഛനും അമ്മയല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരോടും ഉണ്ടെങ്കിൽ കൂട്ടായിട്ടുള്ള സന്തോഷമായാലും സങ്കടമായാലും വഴക്കുകളായാലും ഒരുമിച്ചുണ്ടാകുമ്പോഴേ അതിനൊരു രസമുള്ളൂ. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ച് കിട്ടില്ല. അതാണ് പൊട്ടിപ്പോയതുപോലെയാണ്. പിന്നെ അത് യോജിപ്പിക്കാൻ വലിയ പണിയായിരിക്കും. പുറത്തുനിന്ന് ഒരാളെ ഇടപെടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ പ്രശ്നമുണ്ടെന്നാണ്. ചേട്ടാ, ഈ സിനിമയിൽ ഈ കഥാപാത്രം ഫസ്റ്റ് കേട്ടപ്പോൾ നമ്മുടെ ഒരു കഥാപാത്രം ചൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് മൈൻഡിൽ ഉണ്ടാവില്ല ഇത് ഓഡിയൻസ് എങ്ങനെയായിരിക്കും സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ഇതുവരെ ചെയ്ത കഥാപാത്രം എത്രത്തോളം ഡിഫറെൻ്റ് ആണ് എൻ്റെ ഈ കഥാപാത്രം. അങ്ങനെ ഉറപ്പായിട്ട് ചിന്തിക്കുമല്ലോ ഈ കഥാപാത്രം അങ്ങനെ എത്രത്തോളം ഡിഫറെൻ്റ് ആണ്. അതാണ് ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉത്തരവുണ്ടാവും. വളരെ ആധികാരികമായിട്ട് പഠിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്തിനാണ് താനിത് ചെയ്തതെന്ന് ചോദിക്കും. ചോദ്യം വരുന്നുള്ള ഉറപ്പാണ്. സിനിമ കണ്ടു കഴിയുമ്പോൾ ഇതുപോലുള്ള കഥാപാത്രമാണോ ചെയ്യേണ്ടത് ഇത്? അപ്പം അതിലൊരു എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ളതിനുള്ള ക്ലാരിഫിക്കേഷൻ ഇതിൻ്റെ ക്ലൈമാക്സ് വരെ ഇരുന്ന് കാണുമ്പോൾ മനസ്സിലാവും തിയേറ്ററിൽ. അപ്പോൾ പക്ഷേ ഇങ്ങനെയുള്ള ക്യാരക്ടർ പ്രൂവ് ചെയ്താൽ ഒരു ആക്ടർ എന്താണെന്നുള്ള പുറത്തറിയിക്കാൻ സാധിക്കുള്ളൂ. അത് എല്ലാവർക്കും കിട്ടുമില്ല. ഇപ്പോൾ കാതൽ എന്ന് പറയുന്ന സിനിമ മമ്മൂക്കെടുത്ത് ചെയ്യണമെങ്കിൽ അത്രയും സൂപ്പറായിട്ട് നിൽക്കുന്ന ഒരാൾ ഒരു മാസ് പടം ചെയ്താൽ പോരെ. അപ്പോൾ അതിലൊരുപാട് ചോദ്യങ്ങളും വിമർശനമുണ്ട്. അതുപോലെ തന്നെ അതുമായിട്ട് താരതമ്യം ചെയ്തതല്ല കേട്ടോ, അതിൻ്റെ നിഴൽ ആണ് ഇതൊന്നും പോലും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ എന്നാൽ കഴിയുന്ന രീതിയിൽ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഒരു കടമയാണ് ഇതുപോലുള്ള ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്യണമെന്നുള്ളത്. അത് നമ്മളെ തേടി വന്നാലല്ലേ, അത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, കിട്ടണ്ടേ. കിട്ടിക്കഴിയുമ്പോൾ അങ്ങനെ പൊളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള പരമാവധി ചെയ്തിട്ടുണ്ട്. നോർമലി നമ്മൾ ഈ കോമഡി ചെയ്യുന്നവരല്ല, ഹാസ്യം ചെയ്ത് മലയാളികൾ ഇന്ന് ഒരുപാട് കഥാപാത്രം ചേട്ടൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഒരുപാട് താരങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ സീരിയസ് ചെയ്യുമ്പോഴേക്കും ചില സിനിമകൾ കണ്ട് അയ്യോ ഇവരെ കൊണ്ട് ഇതൊക്കെ പറ്റുമായിരുന്നല്ലേ എന്ന് ചിന്തിക്കും. പിന്നീട് വരുന്ന പടങ്ങൾ നോക്കുമ്പോഴും ഇവരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന നല്ലതെന്ന് അങ്ങനെ ഒരു എപ്പോഴും ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ദ്രൻ സൈഡിനൊക്കെ ഹോമിലെ കഥാപാത്രം ചെയ്തപ്പോഴും പിന്നെ നേരെ 5-ാം പാതിരയിലേക്ക് ആ കഥാപാത്രം വരുമ്പോഴേക്കും ഉണ്ടായൊരു വ്യത്യാസമുണ്ട്. പിന്നീട് അതേപോലത്തെ കഥാപാത്രങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ തേടി വന്നിട്ടുള്ളത്. ടിനിച്ചേനെ സംബന്ധിച്ച് എങ്ങനെയാണ് അങ്ങനത്തെ ടൈപ്പ്? അത് എൻ്റെ ബോഡി ലാംഗ്വേജ് കോമഡിക്ക് പറ്റിയതല്ല ശരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിച്ച് ഇതിൽ ഭയങ്കര ചളിച്ചു പോകും. അപ്പോൾ ചെറിയാൻ കൽപ്പകാടി എന്ന് പറഞ്ഞ റൈറ്റർ എന്നെ കണ്ടപ്പോൾ പറഞ്ഞേ ഒരു ഗുണ്ടയുടെ ശരീരം ചെയ്യുന്ന തൊഴിൽ കോമഡി എന്ന് പറയും. അപ്പോൾ പ്രാഞ്ചേട്ടനിലേക്ക് ചെയ്യുമ്പോൾ ഒരു കോമഡി എന്ന് പറഞ്ഞാൽ അത് അത്രയും എന്നെ രഞ്ജേട്ടൻ കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നീയായാൽ മതി എന്ന് മാത്രം പറഞ്ഞിട്ടൊരു ധൈര്യം തന്നുകൊണ്ടാണ്. അവിടെ ഒരു അപ്പം ജഗതി ചേട്ടൻ ഇന്ദ്രൻ ചേട്ടനെ പോലെ അല്ലെങ്കിൽ സുരാജിനെ പോലെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൈവിട്ടു പോകും.
എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ രൂപം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ അട്ടഹസിപ്പിച്ച് ചിരിപ്പിച്ചിട്ടൊന്നുമില്ല ആൾ. അങ്ങനെ ചിരിപ്പിച്ചിട്ടുള്ള ഒരാളല്ല. ക്യാരക്ടർ റോൾസ് ചെയ്തിട്ട് ആണ് ഇടയ്ക്കൊരു ഹീറോ ചെയ്യും, ക്യാരക്ടർ റോൾസ് ചെയ്യും. പക്ഷെ അതൊന്നും മോശമാക്കിയിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോഴും സർവൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴും ഇപ്പോൾ കോമഡി ചെയ്തിട്ടുള്ള ആളാണെങ്കിലും എനിക്ക് സിനിമയിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന സ്വപ്നം നടക്കാത്തതാണ്, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ റോൾസാണ്. അത് നമ്മളെ വിരലിലുണ്ടാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ കോമഡി ചെയ്തിരുന്ന ഒരാളെന്നല്ല ചോദിച്ചത്. എൻ്റെ കോമഡി ചെയ്തിരുന്ന ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ചിരിപ്പിച്ചിട്ടില്ല ഞാൻ. സ്റ്റേജിലാണെങ്കിലും പക്രു കോമഡി ചെയ്യുമ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടേ നിൽക്കാറുള്ളൂ. പക്രുവിൻ്റെ റോള് ഞാൻ ഒരിക്കലും ചെയ്യാറില്ല. അന്ന് ഞാൻ അന്നേ ഔട്ടായി പോയേനെ. ഇപ്പം ബിജുക്കുട്ടനെ ഞാൻ കൂടി ചെയ്യുമ്പോൾ ബിജുക്കുട്ടൻ കോമഡി ചെയ്യാറുള്ളൂ, ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും, ലൈറ്റ് ഹ്യൂമറായിട്ട്. അപ്പം ഞാൻ എന്താണെന്ന് ആദ്യം ഞാൻ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പഠനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പറ്റുന്ന ഒരു ബോഡി ലാംഗ്വേജ് ആണ് എനിക്കറിയാം. അല്ലെങ്കിൽ ഞാൻ ഇത് ഒരിക്കലും കൈകാര്യം ചെയ്യില്ല. അയ്യോ ഇത് ഞാൻ ചെയ്താൽ ശരിയല്ലോ, വേറെ മറ്റൊരു റോള് തരാൻ പറയും. ഉറപ്പായി. ഇപ്പം നോർമലി അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ സലീമേട്ടൻ്റെ കാര്യം എടുക്കാം. സലീമേട്ടൻ എന്ന് പറയുന്ന ആള് നോർമലി ഇതേപോലെ തന്നെ വന്നിരുന്നുള്ള ആ വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം അച്ഛൻ ഉറങ്ങാത്തൊരു വീട് അങ്ങനെ ഒരു പടം ഇറങ്ങിയപ്പം എൻ്റെയർ ഗ്രാഫിനെ മാറി. ഇദ്ദേഹമാണോ ഇത് ചെയ്തതെന്ന് വരെ ഞെട്ടി. പക്ഷെ സിനിമയിൽ തിയേറ്ററിൽ അത്ര ഇതൊന്നും വരില്ല. പക്ഷെ ഇറങ്ങിയ പ്രേക്ഷകരെല്ലാം കണ്ണു നിറങ്ങിയിട്ട് ഇറങ്ങിയത് ആ പെർഫോമൻസ് കണ്ടിട്ട് ഈ മനുഷ്യനാണോ ഇത് ചെയ്തതെന്നുള്ള ലെവലിൽ. ഈ സിനിമയിലെയും അതുപോലെ ആ ഇമോഷണൽ ഗ്രാഫ് ഉണ്ടല്ലോ, ഈ സിനിമയിൽ അങ്ങനത്തെ ഒരു ഇമോഷണൽ ഗ്രാഫാണ്. അല്ല ഞാൻ പറഞ്ഞു, കാണുന്ന 5 പേര് നല്ല അഭിപ്രായം പറയും. ആ 5 പേരുടെ അഭിപ്രായം കിട്ടിയാലും മതി. സലീം കുമാർ അച്ഛനുറങ്ങാത്ത വീട് കാണുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് കാണുന്നത്. ഞാൻ സലീം കുമാറിൻ്റെ ഫ്രണ്ടിലും അദ്ദേഹം പുറകിലുമാണ്. ഞാനും ഇതുപോലെ തന്നെ ഇദ്ദേഹത്തിന് അതിൻ്റെ അകത്ത് ആലലൂയ എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞിട്ട് ഞാൻ ചിരിച്ചു പോയത്. സീരിയസ് ആയിട്ട് പറഞ്ഞത് പുള്ളിയുടെ ശബ്ദം സലീം കുമാറിൽ നിന്ന് അങ്ങനെ ഒരു സാധനം പ്രതീക്ഷിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ പുള്ളി എന്നെ നോക്കുകയും ചെയ്തു. പക്ഷേ ലാൽ ജോസ് സാറ് അതിൽ കാസ്റ്റ് ചെയ്യുകയും സലീം അഹമ്മദ് അടുത്തൊരു പടത്തിലേക്ക് കണ്ടുവെക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു കാരണം സലീം അഹമ്മദ് എന്നെ പറയുന്നത് അതാണ്, ഇങ്ങനൊരു റോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതാണ് പറയണത്. അപ്പോൾ നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ടാവും. ആ തെളിയിക്കുന്നത് നമ്മുടെ മുന്നോട്ടുള്ള ലൈഫിന് ഗുണം ചെയ്യും. ഒരു 5-10 വർഷം അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇതെനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഡയറക്ടർ, ഇദ്ദേഹം ആക്ടർ കൂടിയാണ്, ബെസ്റ്റ് ആക്ടറായിട്ടൊക്കെ സെലക്ട് ചെയ്ത് നാടകത്തിൽ ഇതുള്ളതാണ്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തന്നാലേ കറക്റ്റ് ക്ലിയർ ആവുള്ളൂ. നമുക്ക് നമ്മുടേതായ ഒരു മോൾഡ് ഉണ്ടാക്കി വെക്കും, പക്ഷെ അതായിരിക്കില്ല. അവർ പറഞ്ഞു തരുമ്പോൾ കുറച്ചും കൂടി അത് കറക്റ്റ് ഷേപ്പ് ചെയ്യാൻ പറ്റി. ഇനി താരാപഥത്തിൽ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാം.